ശരിക്കും എല്ലാവരും ഞെട്ടുക മാത്രമല്ല, കുറച്ചു പേരുടെയെങ്കിലും കണ്ണുകളും ഈറനണിയും. ഇത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണും ഈറനണിയും. നിങ്ങളിൽ ചിലരെങ്കിലും ഈ വിധി പ്രസ്താവന കേൾക്കാനോ വായിക്കാനോ സാധ്യതയുണ്ട്. അമേരിക്കയിൽ 15 വയസ്സുകാരനായ ഒരു കുട്ടി കൈവിലങ്ങ് വെച്ച് കോടതി മുറിയിലേക്ക് ആനയിക്കപ്പെട്ടു. അവൻ ചെയ്ത കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരു ബ്രെഡും ചീസും സൂപ്പർ മാർക്കറ്റിൽ നിന്നും മോഷ്ടിച്ചു. ജഡ്ജി അവനോട് ചോദിച്ചു, നീ മോഷ്ടിച്ചു? ഊവ് എന്ന് മറുപടി പറയും. എന്തിനാണ് മോഷ്ടിച്ചത്? നിനക്ക് വാങ്ങാൻ പാടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. നിനക്ക് നിന്റെ രക്ഷകർത്താക്കളോട് ചോദിക്കാൻ പാടില്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ രോഗാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കാശ് തരാൻ ആരുമില്ല. നിനക്കെന്നാൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ? ഞാൻ കാറ് കഴുകുകയാണ്. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു തൊഴിലും കിട്ടിയില്ല. എന്നാൽ നിനക്ക് ആരോടെങ്കിലും കാശ് ചോദിക്കാമായിരുന്നില്ലേ? അതെ, ഞാൻ ചോദിച്ചു, ഭിക്ഷയും യാചിച്ചു. ആരും തന്നില്ല. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ ബ്രെഡും ചീസും മോഷ്ടിച്ചത്. കുറച്ചു ദിവസം മൗനം മാത്രമായി ആ കോടതി മുറിയിൽ. അത് കഴിഞ്ഞ് ജഡ്ജി വിധി പ്രസ്താവിച്ചു. കുറ്റകൃത്യം എന്ന് പറയുന്നത് ശിക്ഷാർഹമാണ്. മോഷണം എന്തായാലും ഒരു വലിയ കുറ്റം തന്നെയാണ്. എന്നാൽ ഈ കുറ്റകൃത്യത്തിന്റെ കൂട്ടുപ്രതികളാണ് നിങ്ങളും ഞാനും. അതുകൊണ്ട് വിധി ഇവിടെ പ്രസ്താവിക്കുന്നു. ഈ കോടതി മുറിക്കുള്ള എല്ലാവരും $10 പിഴയായി ഈടാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ്, അതുമാത്രമല്ല, തൻ്റെ പിഴയായ $10 ജഡ്ജി മേശപ്പുറത്ത് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടിയുടെ വിശപ്പ് മാറ്റുന്നത് പറഞ്ഞ് അവരെ പോലീസിൽ ഏൽപ്പിച്ച ആ കടക്കാരന് $1000 പിഴ ഈടാക്കേണ്ടതാണ്. 24 മണിക്കൂറിനകം അയാൾ പിഴ ഒടുക്കുന്നില്ലെങ്കിൽ അയാളുടെ കട അടച്ച് സീൽ ചെയ്യപ്പെടേണ്ടതാണ്. ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ നമ്മളും ഇതുപോലെ പിഴ ഈടാക്കേണ്ടവരാണ്. $10 എന്ന പിഴ കൊണ്ട് നമ്മൾ കണ്ടിട്ടും കാണാതെ പോയ എത്രയോ നന്മകൾ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്ന് നാം ഓർക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പിഴ ഈടാക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ നന്മകൾ എവിടെയെങ്കിലും, ഒരു ചെറിയ ചിരിയാണെങ്കിലോ, ഒരു ചെറിയ കൈത്താങ്ങാണെങ്കിലോ, ഒരു ചെറിയ സഹായമാണെങ്കിലോ അത് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അല്ലേ പ്രിയ കൂട്ടുകാരെ?